സമയം ഇപ്പം രാവിലെ 5:50. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് രാമേശ്വരത്തോട്ട് നമ്മുടെ ടാറ്റ ടിയാഗോ EVയിൽ പോവാണ്. നമ്മളിപ്പോൾ തിരുനെൽവേലിയിലാണേ. ഇപ്പം ഏകദേശം ഒരു 160 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ചാർജ് ചെയ്യാനുള്ള സമയമായി. നമ്മുടെ വണ്ടിയിൽ 23% ആയി ചാർജ്. അപ്പോൾ തിരുനെൽവേലിയിലുള്ള RMKB സിൽസിനടുത്തുള്ള ഈ സിയോൺ ചാർജിങ് സ്റ്റേഷനിലാണ് എത്തിയത്. കാറ് ചാർജ് ആവുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു നമ്മൾ പ്ലാൻ ഇട്ടത്. അതുകൊണ്ടാണ് ഈ ഒരു ചാർജിങ് സ്റ്റേഷനിലോട്ട് തന്നെ വന്നത്. അപ്പം ഇതിനോട് ചേർന്ന്, അതായത് ഈ RMKB സിൽസിനോട് ചേർന്ന് ഈ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട്. അപ്പം നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇത് കണ്ടോ, ഇവരിവിടെ ഉപയോഗിക്കുന്നതൊക്കെ ഇലക്ട്രിക് കുക്ക് ടോപ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ LPG ക്രൈസിസ് ഒന്നും ഇവരെ ബാധിക്കില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ വാഷ്റൂം ഫെസിലിറ്റി ഒക്കെ അവൈലബിൾ ആണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി ചാർജായി കഴിഞ്ഞില്ല. സോ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഒരു 90 ആകുമ്പോൾ എടുക്കണം എന്നായിരുന്നു. പക്ഷെ ഒരാൾ ഇടയ്ക്ക് ഹെൽപ്പ് ചോദിച്ചു വന്നുകൊണ്ട് നമ്മളൊരു 93 ആയപ്പോഴാണ് വണ്ടി എടുത്തത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 390 കിലോമീറ്റർ ഉണ്ട് രാമേശ്വരത്തോട്ട്. അപ്പം ഇനി അടുത്ത ചാർജിങ് ഒരു 160 കിലോമീറ്റർ കഴിഞ്ഞിട്ട് രാമനാഥപുരം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. വൈസ്രോയ് റെസിഡൻസി രാമനാഥപുരം. ഇതും സിയോണിന്റെ തന്നെ ചാർജറാണ്. കമ്പയറിംഗ് ടു അതർ ചാർജർ സിയോണിന് റേറ്റ് കൂടുതലാണ്. പക്ഷെ ഫുഡ് കഴിക്കാനുള്ള സൗകര്യം കൂടെ നോക്കിയാണ് ഇങ്ങോട്ട് വന്നത്. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ യാത്ര തുടങ്ങി. ഇനി നേരെ രാമേശ്വരം. ഇതാ നമ്മുടെ പാമ്പൻ ബ്രിഡ്ജ് എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മളിപ്പം പാമ്പൻ ഐലൻഡും ഇന്ത്യയുടെ മെയിൻ ലാൻഡ് തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള പാമ്പൻ റോഡ് ബ്രിഡ്ജിൽ കൂടെയാണ് നടക്കുന്നത്. ഇവിടെ കുറെ ആൾക്കാർ വന്ന് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ ചൂണ്ടയൊക്കെ കിടക്കുന്നേ. ഇന്ത്യയിലെ ആദ്യത്തെ സീ ബ്രിഡ്ജ് ഏതാണെന്നറിയാം നിങ്ങൾക്ക്? അത് പാമ്പൻ ബ്രിഡ്ജാണ് കേട്ടോ. ഇവിടെ ഈ 2 റെയിൽ ബ്രിഡ്ജ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതും ഇതിനപ്പുറത്തേതും. ഇതിൽ അങ്ങപ്പുറത്തുള്ളതാണ് പുതിയത്. ഇത് താഴെ കാണുന്നത് പഴയതാണ്. അത് ഇങ്ങനെ പൊളിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്നത് നമ്മൾ ന്യൂസൊക്കെ കണ്ടായിരുന്നു. ഈ പഴയ റെയിൽ ബ്രിഡ്ജ് 1914 ഓപ്പൺ ആയിട്ട് 100 വർഷത്തിൽ കൂടുതൽ പ്രവർത്തിച്ച ഒരു ബ്രിഡ്ജാണ് കേട്ടോ. പഴയ ബ്രിഡ്ജിനെയും പുതിയ ബ്രിഡ്ജിനെയും ഒക്കെ നമുക്കൊരു എഞ്ചിനീയറിംഗ് മാർവലായിട്ട് തന്നെ കണക്കാക്കാം. ഇവിടെ ഡിസ്കഷൻ നടക്കുന്നത് വണ്ടി പോകുമ്പോൾ പാലം കുലുങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. കുലുങ്ങുമെന്ന് ഞാൻ പറയണേ ഇല്ലേ? നമ്മൾ എത്തിയത് നല്ലൊരു ഈവനിങ് ടൈമിലാണ് കേട്ടോ. കുറേ നേരം ഞങ്ങൾ ഈ പാമ്പൻ ബ്രിഡ്ജിന്റെ ചരിത്രമൊക്കെ പറഞ്ഞ് ബ്രിഡ്ജിൽ തന്നെ സ്പെൻഡ് ചെയ്തായിരുന്നു. സൺസെറ്റും കണ്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ അച്ഛനും അമ്മയുടെയും ഫോട്ടോ എടുക്കാൻ, അതേ മോനിവിടെ നിന്നിട്ട് പാമ്പൻ പാലം ഫോട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺസെറ്റാണ് കേട്ടോ ഈ പാമ്പൻ ബ്രിഡ്ജിൽ നിന്ന് കിട്ടുന്നത്. നമ്മൾ വരുവാണെങ്കിൽ മിസ് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പം ഒരു ട്രെയിൻ വന്നിരുന്നെങ്കിൽ ഞാൻ വല്ലാണ്ട് ആഗ്രഹിക്കുവാണ്. ഇനി പുതിയ ബ്രിഡ്ജിനെ പറ്റി പറയാം. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് സീ ബ്രിഡ്ജാണ് കേട്ടോ ഈ പാമ്പൻ ന്യൂ ബ്രിഡ്ജ്. പഴയ സീ ബ്രിഡ്ജിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് 2025 ഈ പുതിയ സീ ബ്രിഡ്ജ് ഓപ്പൺ ആയത്. എന്ത് ഭംഗിയാണല്ലേ ഈ സൺസെറ്റ് കാണാന്. ഈ ഒരു സൺസെറ്റ് മിസ് ചെയ്യാൻ പാടില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നിങ്ങൾ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈവനിങ് സമയത്ത് ഈ പാമ്പൻ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയാൽ നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റ് കാണാൻ പറ്റും. ഇതാ ഇപ്പോൾ കാണുന്ന പോലെ. ഇത്രയും ബ്യൂട്ടിഫുൾ സൺസെറ്റ് ഒക്കെ നമുക്ക് കിട്ടിയപ്പം എന്താണേലും മനസ്സിൽ തോന്നത്തില്ലേ ഒരു ട്രെയിൻ വന്നിരുന്നെങ്കിൽ എന്ന്. ശരിക്കും പറഞ്ഞാൽ വല്ലാണ്ട് ആഗ്രഹിച്ച് നിൽക്കുകയാണ് ഒരു ട്രെയിൻ വന്നിരുന്നെങ്കിൽ എന്ന്. എന്നാൽ ഇത്ര ആഗ്രഹിച്ചതല്ല, എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ട്രെയിൻ കാണുകയാണ്. പാമ്പൻ ന്യൂ ബ്രിഡ്ജിൽ കൂടെ ട്രെയിൻ വരുന്നത് നമ്മൾ കാണുകയാണ്. ശരിക്കും പറഞ്ഞ കുറേ നേരമായി നമ്മൾ ഈ പാലത്തിൽ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്. ഈ നടന്ന് നമ്മൾ ഇതുവരെ ആ വെർട്ടിക്കൽ ലിഫ്റ്റിന്റെ അവിടെ വരെ പോലും എത്തിയിട്ടില്ല. എങ്ങനെ എത്താനാ? നല്ല ദൂരമുണ്ട് ഈ പാലത്തിന്. നിങ്ങൾ കണ്ടോ ദൂരെ ആ വെർട്ടിക്കൽ ലിഫ്റ്റിന്റെ അവിടെ നിന്ന് ട്രെയിൻ ഇങ്ങനെ വരുന്ന കണ്ടോ? നമ്മളിങ്ങനെ ഈ റോഡ് ബ്രിഡ്ജ് നിൽക്കുമ്പോൾ ആ റെയിൽ ബ്രിഡ്ജിൽ കൂടെ ഒരു ട്രെയിൻ വരുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല. പക്ഷെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ്. ഇതാണ്ട് ആ സംഭവമാണ് നടക്കുന്നത്.
എന്താണ് സന്തോഷമായില്ലേ? ഇനി നമുക്കിതാ നമ്മുടെ വണ്ടിയൊക്കെ എടുത്തോണ്ട് രാമേശ്വരത്തോട്ട് പോകാം. കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് വന്നോണ്ട് നമ്മളെത്തിയപ്പത്തേന് രാത്രിയായി. സ്വാഭാവികം. രാമേശ്വരത്തോട്ട് കയറാൻ വേണ്ടി എൻട്രി ഫീ ഉണ്ട് ഗൈസ്. 100 രൂപയാണ് എൻട്രി ഫീ. നമുക്കത് അറിയത്തില്ലായിരുന്നു, ആദ്യമായിട്ട് അറിയുന്നതാ. നമ്മളാ പൈസ കൊടുത്തു. പക്ഷെ ഇത് ലെഫ്റ്റ് സൈഡ് കുറേ വണ്ടികൾ ഈ എൻട്രി ഫീ വെട്ടിച്ച് പോകുന്നുണ്ട്. അവിടെ വേറൊരു റോഡുണ്ട്, അതിൽ കൂടാണ് അവർ പോകുന്നത്. നിങ്ങളത് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. എനിവേ നമ്മുടെ സ്റ്റേ എത്തി. ഞങ്ങൾ ഓൺലൈനിലൂടെ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. നമ്മുടെ സ്റ്റേയുടെ പേര് അമ്മൻ റെസിഡൻസി. ഈ ഏരിയ ഫുൾ ഇങ്ങനെ ഹോട്ടൽസ് ആണ്. രാമേശ്വരത്തെ ഈ ഒരു കാലാവസ്ഥയ്ക്ക്, അതായത് നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് മിക്കപ്പോഴും. അപ്പോൾ AC റൂം എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ന്യായമായ റേറ്റിൽ AC റൂമൊക്കെ നമുക്ക് കിട്ടും. തീരെ കൊച്ചു റൂം അല്ലേ? എത്ര രൂപയായിരുന്നു റൂമിന്? അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു റൂം തന്നെയാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ 2 ദിവസം ഈ ഒരു സ്ഥലത്ത് തന്നെയായിരിക്കും താമസിക്കുക, ഈ ഒരു റൂമിൽ തന്നെയായിരിക്കും താമസിക്കുന്നത്. ഇതിനടുത്തായിട്ട് ചെറുതും വലുതുമായ ഒരുപാട് ഹോട്ടൽസ് അവൈലബിൾ ആണ്. നമുക്ക് ഒരു ബഡ്ജറ്റ് റേറ്റിൽ ഈ ഒരു സ്റ്റേ ആണ് ഇഷ്ടപ്പെട്ടത്. അപ്പം നമ്മളിത് എടുത്തു. ഇനി നമുക്ക് നമ്മുടെ കാറ് ചാർജ് ചെയ്യണം, പിന്നെ നമുക്ക് ആഹാരം കഴിക്കണം. അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതിപ്പം സിയോണിൻ്റെ ഒരു ചാർജറാണ്. എത്ര വോട്ടാ? 7 അല്ലേ? 7.2 വോട്ടിൻ്റെ ചാർജറാണ്. AC ചാർജറാണ്. സ്ലോ ആയിരിക്കും, ബട്ട് ഒരു 3 hours വണ്ടി ചാർജ് ആവും. നമ്മുടെ വണ്ടിയിൽ ഇപ്പം ഓൾറെഡി 30% ഉണ്ട്. അപ്പോൾ ഒരു 3 hours ഫുൾ ചാർജ് ആവും. കാണിച്ചു തരാം. 3 hours ഫുൾ ചാർജ് ആവും. അങ്ങനെ നമ്മൾ അവിടെ വണ്ടി ചാർജ് ചെയ്യാൻ ഇട്ടു. സ്റ്റാർ പാലസ് എന്നുള്ളൊരു ഹോട്ടലിനകത്തുള്ളതാണ് AC ചാർജർ. അന്ന് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി കുറച്ച് അലമ്പായിരുന്നു, പക്ഷെ നമ്മളത് കാര്യമാക്കിയില്ല. ഇനി നമ്മൾ ആഹാരം കഴിക്കാൻ വേണ്ടി നമ്മുടെ സ്റ്റേയുടെ തൊട്ടടുത്തുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. എൻ്റെ പൊന്നോ, ഇവിടെ ക്യൂ ആയിരുന്നു ഫുഡ് കിട്ടാൻ വേണ്ടി. ഫുഡൊക്കെ കഴിച്ച് 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ പോയി നമ്മുടെ കാറ് എടുത്ത് ഇനി കിടന്ന് ഉറങ്ങാം അല്ലേ? ബാക്കി ധനുഷ്കോടി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ. ഐശ്വര്യ സാധനമാണോ? തുടച്ചെടുത്തത് മിസ്സായിടും കേട്ടോ. പൊതിഞ്ഞെടുക്കും.